The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to Zoology class. Hope all are doing well at home. പലരും നോട്ട്സ് കറക്റ്റ് ചെയ്യാനും മറ്റുമായിട്ട് സ്കൂളിലേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് ടീച്ചർ സ്കൂളും ക്ലാസ് മുറികളും എല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിഷമം മാറ്റാനായിട്ടും നിങ്ങളുടെ പഴയ ഓർമ്മകളെ റിഫ്രഷ് ചെയ്ത് നിങ്ങളെ കൂടുതൽ ഹാപ്പി ആക്കാനായിട്ട് ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ട ശേഷം ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, ശരിക്കും നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ സ്കൂൾ മിസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കരുതിയത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രോ പാട്ട് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിൽ നിന്ന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം കാണാനായിട്ട് പറ്റും. അവിടെ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് അറിയാം. ഓക്കെ, നിങ്ങളുടെ സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകളെ ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതിയത്. ഇനി നമുക്ക് നിങ്ങളുടെ പാർട്ടിൽ വന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ വളരെ നാളുകൾക്ക് ശേഷം നിങ്ങളുടെ മെസ്സിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനൊക്കെ കാണുകയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആവും. ഇത് കണ്ടില്ലേ, മെസ്സിന് ഫ്രണ്ടിലുള്ള ഗാർഡനാണ്. നിറയെ ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾ പോയപ്പോൾ ഇത്രയും ഫ്ലവേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിലൊക്കെ ബേർഡ്സ് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഹാപ്പി ആവും. എനിക്കറിയാം നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ലെറ്റ്സ് പ്രേ എത്രയും പെട്ടെന്ന് കൊറോണയുടെ പ്രോബ്ലംസ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് സ്കൂളിലേക്ക് എത്തിച്ചേരാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇനി നമ്മൾ നിങ്ങളുടെ പാർക്കിലേക്ക് പോവാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നുണ്ടാവും. സ്കൂൾ റീഓപ്പൺ ചെയ്യണമെങ്കിൽ കൊറോണ പേഷ്യൻസിൻ്റെ എണ്ണം കുറയണം അല്ലേ? അപ്പോൾ എണ്ണം കുറയണമെങ്കിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം വിചാരിക്കണം. നമ്മൾ ആ കരുതലുണ്ടാവണം എപ്പോഴും. എല്ലാ കാര്യത്തിലും ശ്രദ്ധയോടുകൂടി ചെയ്യണം. ഓക്കെ, നിങ്ങൾക്കറിയാം സൊസൈറ്റി ശരിയാവണമെങ്കിൽ അത് ആദ്യം തുടങ്ങേണ്ടത് വീട്ടിൽ നിന്നാണ്. വീട്ടിൽ നിന്ന് തുടങ്ങണമെങ്കിൽ ആദ്യം വീട്ടിലെ മെമ്പേഴ്സ് കൺസിഡർ ചെയ്യണം അല്ലേ? വീട്ടിലെ മെമ്പേഴ്സ് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ വളരെ മാറ്റം വരും. കൊറോണ പേഷ്യൻസിൻ്റെ എണ്ണത്തിൽ നല്ല കുറവ് വരും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സ്കൂളിലേക്ക് വരാൻ പറ്റും. നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന ഈ ബ്യൂട്ടിഫുൾ വ്യൂസ് നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും. എനിവേ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എല്ലാം പെട്ടെന്ന് നേരെയായി വേഗം സ്കൂൾ തുറക്കാനായിട്ട്. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട് അവർ ക്ലാസ്? ഓക്കെ ചിൽഡ്രൻ, in the last class we have studied about the 3 laws related to the Mendelian pattern of inheritance, isn't it? We have studied 3 important laws of genetics proposed by Johann Grihar Mendel, isn't it? So which are the laws? Can you recollect the law which I told you in the last class? Yes, which are they? Yes, law of dominance, law of segregation and law of independent assortment. Okay, you know what is the main core of these laws അല്ലേ? ഈ ലോസിൻ്റെ ഓരോ കോറും അല്ലെങ്കിൽ ഈ ലോസിൻ്റെ കോർ എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് 2 laws, that means laws of dominance as well as laws of segregation is proposed on the basis of the monohybrid experiments of Mendel. അതായത് Mendel proposed his first 2 laws, that means laws of dominance and laws of segregation on the basis of his observation in his monohybrid experiment. Understood? And the third law, that means law of independent assortment, is mainly based on the dihybrid experiment of the Mendel.
അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് നിലവിൽ വന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ഡൈഹൈബ്രിഡ് എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പോൾ ഈ ലോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. അതായത് മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് പറയുന്നത്. മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ അല്ലേ, ഓരോ തലമുറയിലും എങ്ങനെ ജനിതക വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത് ഏത് രീതിയിലാണ് ഓരോ തലമുറയിലും എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് ഈ 3 ലോയിലും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ലോ അനുസരിച്ചിട്ടാണ് എല്ലാ ജീവികളും അതിൻ്റെ അടുത്ത തലമുറയിലേക്ക് ജനിതക വിവരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് മെൻഡേലിയൻ ലോയ്ക്ക് അത്രത്തോളം അക്സെപ്റ്റും കിട്ടിയത്. ബട്ട് ദർ ആർ സർട്ടൻ ഡീവിയേഷൻസ് ഫ്രം മെൻഡേലിയൻ ലോ. അതായത് ദർ ആർ സർട്ടൻ സിറ്റുവേഷൻ ഇൻ വിച്ച് വി കനോട്ട് സീ ദ മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. ചില സിറ്റുവേഷനിൽ മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. മെജോറിറ്റിയും നമ്മൾ കാണുന്നത് മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് കാണുന്നത് എല്ലാ സ്മോളർ ഓർഗാനിസത്തിൽ അല്ലെങ്കിൽ എല്ലാ ഓർഗാനിസത്തിലും. പക്ഷേ ചില സിറ്റുവേഷൻസിൽ ഇത് വേരി ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, one condition in which the individual is vary from the Mendelian pattern of inheritance is incomplete dominance. What? Incomplete dominance. Incomplete dominance. So what is meant by incomplete dominance? It is a condition in which an organism will show variation from that of the Mendelian pattern of inheritance. അതായത് ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എല്ലാ ഓർഗാനിസവും മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നുവെങ്കിൽ ഈ അവസ്ഥയിൽ മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ പ്രത്യേക കണ്ടീഷനിൽ നമുക്ക് മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണാൻ പറ്റില്ല. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് വി കനോട്ട് സീ ദ മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. And this condition we can see in Mirabilis jalapa plant. That means in Mirabilis jalapa plant or in snapdragon plant, in both the plant we can see this incomplete dominance. I'll tell you once more. In Mirabilis jalapa plant, a gene which control the flower color in Mirabilis jalapa cannot show Mendelian pattern of inheritance. That means it will not show Mendelian pattern of inheritance. Now let me explain the incomplete dominance. What is meant by incomplete dominance? When a dominant plant is crossed with a recessive plant, F1 hybrid will not show any dominant character. Instead of that, the F1 hybrid will show an intermediate character between the dominant and recessive. If the F1 is showing any intermediate character between the dominant and recessive allele, we can call that condition as incomplete dominance. As per law of dominance, Mendel said that when a cross is made between a dominant and a recessive plant, F1 hybrid will show any one of the parental character. That means in the F1 generation, one allele will be dominant over the other. The dominant allele will express in the F1 generation. This is the law of dominance. Actually, this pattern of inheritance we can see in all organisms, like that Mendel said. But here in the case of incomplete dominance, it is not possible to show any one of the parental character in the F1 generation. That means in the F1 generation, no allele will be dominant over the other. There won't be any dominant allele in the F1 generation. Instead of that, F1 generation will show an intermediate trait between the two. That means when the opposite allele will combine together, F1 hybrid will show ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ബിറ്റ്വീൻ ദ ടു അല്ലീൽ. രണ്ട് അല്ലീലിനും ഇടയ്ക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ക്യാരക്ടർ ആയിരിക്കും ആര് കാണിക്കുന്നത്? F1 ഹൈബ്രിഡ് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷനെ നമ്മൾ എന്ത് പറയുക? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നത്. ഇതൊരു എക്സെപ്ഷണൽ കേസാണ് അല്ലേ. മെൻഡേലിയൻ പാറ്റേണിൽ നിന്ന് വ്യത്യാസമായിട്ട് ഒരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ കാണിക്കുകയാണ് ഇവിടെ. Actually, this kind of incomplete dominance we can see in two kinds of plants. For example, we can see in Mirabilis jalapa plant or 4 o'clock plant, and this condition can be seen in snapdragon or antirrhinum species also. ഓക്കെ, അതായത് നമ്മൾ ഈ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്ന അവസ്ഥ അല്ലെങ്കിൽ ഈ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നത് 2 തരത്തിലുള്ള പ്ലാന്റുകളാണ്. ഒന്നെന്ന് പറയുന്നത് മിറാബിലിസ് ജലാപ്പ, മറ്റൊന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ പ്ലാന്റ്. ഇനി ഇവരെങ്ങനെയാണ് മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസിൽ നിന്ന് വേരി ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ദിസ് ഇസ് ആൻ എക്സ്പെരിമെൻറ്റ് വിച്ച് കണ്ടക്റ്റഡ് ഇൻ സ്നാപ്ഡ്രാഗൺ ഫ്ലവർ. ഓക്കെ, സ്നാപ്ഡ്രാഗൺ ഫ്ലവറിൽ കണ്ടക്ട് ചെയ്തൊരു എക്സ്പെരിമെൻറ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്.
ഇവിടെ റെഡ് കളർ ഫ്ലവറുള്ള സ്നാപ്ഡ്രാഗൺ പ്ലാന്റിനെ വൈറ്റ് കളർ ഫ്ലവറുള്ള സ്നാപ്ഡ്രാഗൺ പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. ഇവിടെ റെഡ് കളറിനെ സൂചിപ്പിക്കുന്ന അല്ലീൽ ഏതായിരുന്നു? ക്യാപിറ്റൽ ആർ ആൻഡ് വൈറ്റ് കളറിനെ സൂചിപ്പിക്കുന്ന അല്ലീൽ സ്മോൾ ആർ. ഓക്കെ, ഇവിടെ നിന്ന് വരുന്ന ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ആർ. ഇവിടെ നിന്ന് വരുന്ന ഗ്യാമേറ്റ് സ്മോൾ ആർ. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെ? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. അണ്ടർസ്റ്റുഡ്? ദാറ്റ് മീൻസ് ഈ കിട്ടുന്ന ഇൻഡിവിജ്വലിൻ്റെ I'll tell you once more. രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് എന്താണ്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതിപ്പോൾ സാധാരണ നമ്മൾ ലോ ഓഫ് ഡൊമിനൻസ് അനുസരിച്ചിട്ടാണെങ്കിൽ ഇവിടെ F1 ഹൈബ്രിഡ് ഏത് കാണിക്കും? ഏതെങ്കിലും ഒരു പാരൻ്റൽ ക്യാരക്ടറല്ലേ കാണിക്കേണ്ടത്. പക്ഷേ ഈ സ്നാപ്ഡ്രാഗൺ ഫ്ലവറിൽ ഈ രണ്ട് പാരൻ്റൽ ക്യാരക്ടർ അല്ലാതെ ഇവിടെ പിങ്ക് എന്ന് പറയുന്ന ഒരു കളറാണ് ആര് കാണിച്ചത്? F1 ജനറേഷൻ കാണിച്ചത്. അതായത് റെഡും വൈറ്റും കൂടി ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ ആർക്ക് കിട്ടിയത്? സയൻറ്റിസ്റ്റിന് കിട്ടിയത് പിങ്ക് കളറുള്ള ഫ്ലവറാണ്. അതായത് ഇത് രണ്ട് പാരൻ്റൽ ക്യാരക്ടറും അല്ലാത്ത രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്തൊരു ഇൻ്റർമീഡിയറ്റ് കളറാണ് കിട്ടിയത്, പിങ്ക് കളർ. Understood, children? That means F1 individual didn't show either red color or white color. Instead of that, it show an intermediate color between the red and white. രണ്ടിനും വൈറ്റിനും ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് കളറായ പിങ്ക് ആണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു വേരിയേഷൻ വന്നില്ല. അതായത് മെൻഡേലിയൻ പാറ്റേണിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു F1 ജനറേഷൻ നമ്മളിവിടെ കണ്ടത്. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. സിമിലർലി ഇതിനെ അദ്ദേഹം എന്ത് ചെയ്തു? അവർ സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാക്കി. ഈ RRനെ സെൽഫ് ഫെർട്ടിലൈസേഷന് വിധേയമാക്കി. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, R ക്യാൻ വി ക്രോസ് ഇത് നമുക്ക് പന്നറ്റ് സ്ക്വയർ വെച്ച് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്രോസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ക്യാപിറ്റൽ ആർ മീൻസ് റെഡ് കളർ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആകുമ്പോൾ പിങ്ക് കളർ. എഗൈൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ പിങ്ക് കളർ. സ്മോൾ ആർ വൈറ്റ് കളർ. ഇവിടെ ഒന്ന് എഴുതാം ഒന്നുകൂടി. ഓക്കെ, ക്യാപിറ്റൽ ആർ ആകുമ്പോൾ ഇത് ഏത് ഇൻഡിവിജ്വലാണ്? യെസ്, റെഡ് കളർ ഫ്ലവറുള്ള പ്ലാന്റ് ആണ്. ഓക്കെ, ഇതാണെങ്കിലോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആകുമ്പോഴോ പിങ്ക് ഫ്ലവറുള്ള പ്ലാന്റ് ആണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആകുമ്പോൾ എഗൈൻ പിങ്ക് കളറുള്ള ഫ്ലവർ ആയിരിക്കും. പിങ്ക് കളറുള്ള പ്ലാന്റ് ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്മോൾ ആർ എന്ന് പറയുമ്പോൾ വൈറ്റ് കളറുള്ള പ്ലാന്റ് ആയിരിക്കും അല്ലേ? വൈറ്റ് കളറുള്ള പ്ലാന്റ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? സോ ഇവിടെ നമ്മൾ ഫീനോട്ടിപ്പിക് F2 ജനറേഷനിലെ ഇത് ഏതാണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിൻ്റെ F2 ജനറേഷനിലെ ഫീനോട്ടിപ്പിക് കണ്ടീഷനാണ്. ഓക്കെ, ഇനി ഈ ഫീനോട്ടിപ്പിക് റേഷ്യോ എടുത്ത് നോക്കൂ. എത്ര റെഡാണ് ഉള്ളത്? 1 റെഡ്. ഇസ്ന്റ് ഇറ്റ്? എത്ര പിങ്ക് ഉണ്ട്? 2 പിങ്ക്. അഗൈൻ എത്ര വൈറ്റ് ഉണ്ട്? 1 വൈറ്റ്. സോ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താ? ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുമ്പോൾ ഓക്കെ, ക്യാൻ യു സേ ദ ഫീനോട്ടിപ്പിക് റേഷ്യോ? 1:2:1. 1 red ഈസ് 2 പിങ്ക് ഈസ് 1 വൈറ്റ് അല്ലേ? വൈറ്റ്. ഇതാണ് ഇതിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ. ഇവിടെ നോക്കൂ, F2 ഫീനോട്ടിപ്പിക് റേഷ്യോ നോക്കൂ. F2 ഫീനോട്ടിപ്പിക് റേഷ്യോ നമ്മൾ നേരത്തെ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ കാര്യത്തിൽ, അതായത് മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എത്രയായിരിക്കും? 3:1 ആയിരിക്കും. ഓക്കെ, 3:1. അത് F2 ജനറേഷനിലെ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ. ഇനി ഇവിടെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക കണ്ടീഷനിൽ F2 ഇതൊരു മോണോഹൈബ്രിഡ് ക്രോസ് അല്ലേ? ഈ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ F2 ഫീനോട്ടിപ്പിക് റേഷ്യോ നമുക്ക് എത്ര കിട്ടിയത്? 1:2:1. അതായത് ഇവിടെ ഇത് എന്ത് കാണിക്കുന്നു? മെൻഡേലിയൻ പാറ്റേണിൽ നിന്ന് വേരിയേഷൻ കാണിക്കുന്നു. എന്തിൽ? ഈവൻ ഇൻ ദ ഫീനോട്ടിപ്പിക് റേഷ്യോ ഓൾസോ. Understood, children? So this is a incomplete dominance is an exceptional condition where the individual will show variation from that of the Mendelian pattern of inheritance. അതായത് ഇവിടെ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് കാണിക്കുന്നത് ഏത് ഓർഗാനിസം ആണോ ആ ഓർഗാനിസം മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് കാണിക്കുന്നില്ല. ഇതൊരു എക്സെപ്ഷണൽ കണ്ടീഷനാണ്. I tell you once more here what is meant by incomplete dominance. Incomplete dominance is a condition in which the F1 hybrid will show an intermediate character between the two parent organism. Okay, here when we made a cross between the red flowered snapdragon plant with the white flowered snapdragon plant, in the F1 generation we got a pink colored snapdragon plant. That means the color of the flower was pink.
it doesn't show either this F1 individual didn't show any one of the parental character in the F1 generation. Instead of that the individual shows an intermediate character between the two parent. So we can call such condition as incomplete dominance. And incomplete dominance has one more peculiarity, that individual organism showing incomplete dominance have a special type F2 phenotypic ratio instead of 3:1 ratio. Here, in the organism showing incomplete dominance will show 1:2:1 phenotypic ratio in the F2 generation. This is also an exception from that of the Mendelian pattern of inheritance. So, ഈ condition നമ്മൾ ആരിലാണ് കാണുന്നത്? സ്നാപ്ഡ്രാഗൺ പ്ലാന്റിനും അതുപോലെ തന്നെ 4 o'clock പ്ലാന്റ് ആയ മിറാബിലിസ് ജലാപ്പയിൽ. ഓക്കെ, സ്നാപ്ഡ്രാഗണിന് നമുക്ക് മറ്റൊരു പേര് പറയാം, ആൻറ്റിറൈനം സ്പീഷീസിൽ വരുന്ന പ്ലാന്റ് ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആൻറ്റിറൈനം സ്പീഷീസിൽ വരുന്ന പ്ലാന്റ്സും അപ്പോൾ ആൻറ്റിറൈനം സ്പീഷീസിൽ വരുന്ന സ്നാപ്ഡ്രാഗൺ പ്ലാന്റും മിറാബിലിസ് ജലാപ്പ എന്നറിയപ്പെടുന്ന 4 o'clock പ്ലാന്റുമാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് കാണിക്കുന്ന രണ്ട് ഓർഗാനിസം. ഓക്കെ, now I'll tell you about another condition, codominance. Okay, codominance. What is meant by codominance? Codominance is a special condition in which an F1 hybrid will show both the parental characters. That means it is a condition in which both the alleles of F1 hybrid will be in the dominant condition. കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ F1 ജനറേഷൻ ഒരു ജീനിൻ്റെ രണ്ട് അല്ലീൽസും ഒരേ സമയം ഡൊമിനൻറ്റ് കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് ആ കണ്ടീഷനെ കോഡൊമിനൻറ്റ് കണ്ടീഷൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ കോഡൊമിനൻസ് എന്ന് പറയാം. Individuals showing codominance will exhibit both the parental character related to the particular trait. അതായത് ഒരു പ്രത്യേക ട്രേറ്റുമായി ബന്ധപ്പെട്ട രണ്ട് അലീലിക് ക്യാരക്ടറും F1 ജനറേഷനിൽ ആ ഇൻഡിവിജ്വൽ കാണിക്കുകയാണെങ്കിൽ ആ അവസ്ഥയാണ് നമ്മൾ എന്താ പറയുക, കോഡൊമിനൻസ് എന്ന് പറയുന്നത്. അതായത് കോ മീൻസ് ഒരുമിച്ച്, ഡൊമിനൻസ് ഡൊമിനേറ്റ് ചെയ്യുക, കോഡൊമിനൻസ് മീൻസ് ഒരുമിച്ച് ഡൊമിനേറ്റ് ചെയ്യുക. ആരൊക്കെ? രണ്ട് അലീൽസ്. അതായത് രണ്ട് പാരന്റിൽ നിന്ന് വരുന്ന രണ്ട് അലീൽ ഒരേ സമയം F1 ജനറേഷനിൽ ഡൊമിനൻ്റ് കണ്ടീഷനിൽ കാണുകയാണെങ്കിൽ ആ അവസ്ഥ നമ്മൾ കോഡൊമിനൻസ് എന്ന് പറയും. അതിൻ്റെ ഫലമായിട്ട് F1 ഹൈബ്രിഡ് രണ്ട് അലീലിക് ക്യാരക്ടർ കാണിക്കുകയും ചെയ്യും. ഓക്കെ, രണ്ട് പാരന്റൽ ക്യാരക്ടറും കാണിക്കുകയും ചെയ്യും. Understood, children? So this is known as codominance. Is it in the form of Mendelian pattern of inheritance? No. അല്ലെങ്കിൽ the individual showing codominance will not show Mendelian pattern of inheritance. അതായത് കോഡൊമിനൻസ് കാണിക്കുന്ന ഇൻഡിവിജ്വൽസ് ഒരിക്കലും Mendelian pattern of inheritance കാണിക്കില്ല. ഇവിടെ കോഡൊമിനൻസ് കാണിക്കുന്ന ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ചില ജീനുകൾ കോഡൊമിനൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും Mendelian pattern of inheritance കാണിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിയർ ദ ബ്ലഡ് ഗ്രൂപ്പ് AB, ABO are under the control of the gene I, and this gene I has 3 alternative allele in it. That means the gene I has 3 alleles, IA, IB and a small I. These 3 are the alleles of a particular gene I that control the blood group. And among these 3 alleles, IA and IB are the dominant allele and small I is the recessive allele. ഈ കോഡൊമിനൻസ് നമുക്ക് എവിടെ കാണാൻ പറ്റുമെന്ന് വെച്ചാൽ ബ്ലഡ് ഗ്രൂപ്പിംഗ് സിസ്റ്റം I എന്ന് പറയുന്ന ജീനിൽ കാണാൻ പറ്റും. ഈ I ജീൻ്റെ പ്രത്യേകത എന്താണ്? I ജീൻ ഹാസ് 3 alternative form. ഓക്കെ, അതായത് IA, IB and I. I told you a gene may have 2 alternative form. We can call the 2 alternative form as its allele. Here the I gene has 3 alternative alleles, IA, IB and I. Among these 3 alleles, IA and IB are the dominant alleles. Okay, they are dominant alleles and small I is the recessive allele. Small I എന്ന് പറയുന്നത് എന്താണ്? recessive ആണ്. Okay, recessive allele ആണ്. If a person has I, A, small I alleles in the locus of this I gene, then the individual will produce antigen A. Why? Because here dominant allele is IA. Among these 2 alleles, IA will be dominant and small I will be recessive. And this dominant allele is capable of producing the antigen A, surface antigen A in RBC. So if it is capable of producing surface antigen A, the blood group of that individual will be A. Isn't it? Similarly, a person with IBI blood group, IBI genotype will produce B antigen. Why? Because here the activated form of dominant
the blood group of that individual will be B. Similarly, a person with IA and IB allele has two dominant alleles, IA and IB, isn't it? Similarly, a person with IA and IB genotype may have two dominant alleles, IA and IB. Okay, and this IA allele will produce antigen, surface antigen A, and IB allele will produce the surface antigen B. Then, if both the antigens are there in the body of an organism, then that organism may have a AB blood group. ഏതായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ്? AB blood group. ഇവിടെ AB blood groupന്റെ കാര്യം നോക്കൂ. ഈ AB blood group അല്ലെങ്കിൽ IA, IB ജീനോടൈപ്പ് ഉള്ള ഒരു ഓർഗാനിസം കോഡോമിനൻസ് കാണിക്കുന്ന ഓർഗാനിസം ആണ്. വൈ? ബിക്കോസ് ഇവിടെ രണ്ട് ജീനും ഡൊമിനന്റ് കണ്ടീഷനാണ്, രണ്ട് ജീനും പ്രോട്ടീൻ ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് AB blood group വരുന്നു. അതായത് ഒരു ഓർഗാനിസത്തിൽ AB blood group വരുന്നത് കോഡോമിനൻസിന്റെ ഫലമായിട്ടാണ്. ഇവിടെ AB blood group ഉള്ള ഇൻഡിവിജ്വൽസിന്റെ ഐ ജീന് കോഡോമിനൻസ് കാണിക്കുന്ന ജീനായിരിക്കും. ഓക്കെ, അതായത് അവിടെ രണ്ട് അല്ലീലും ഒരേ സമയം ഡൊമിനന്റ് കണ്ടീഷനാണ്, ഒരേ സമയം അത് കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അത് കറസ്പോണ്ടിങ് ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്ത് അത് ഏത് ഗ്രൂപ്പാണോ ആ ഗ്രൂപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളവിടെ ലോ ഓഫ് ഡൊമിനൻസിൽ പഠിച്ചത് F1 hybrid will show any one of the parental character. Both the parental character will not be present in F1 hybrid എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്താ കാണിക്കുന്നത്? രണ്ട് പാരന്റൽ ക്യാരക്ടർ F1 ഹൈബ്രിഡിൽ വരുന്നുണ്ട്, IAയും IBയും. ഒരു ഇൻഡിവിജ്വലിന്, അതായത് ഒരു ഇൻഡിവിജ്വലിന് IAയും IB ആണെങ്കിൽ ജീനോടൈപ്പിൽ ഇതിൽ ഒരു IA എന്ന് പറയുന്ന ഒരു പാരന്റ് 1ൽ നിന്നും ആൻഡ് IB എന്ന് പറയുന്നത് പാരന്റ് 2ൽ നിന്നും കിട്ടിയതായിരിക്കും. അതായത് ഈ രണ്ട് പാരന്റിൽ നിന്നും കിട്ടിയ രണ്ട് അല്ലീൽസ് ഒരേ സമയം എക്സ്പ്രസ് ആവുന്ന കണ്ടീഷനാണ് എന്താ പറയുക? കോഡോമിനന്റ് കണ്ടീഷൻ. ഇത് ആരെല്ലാം കാണുന്നത്? ഇൻഡിവിജ്വൽ വിത്ത് AB ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. അതായത് AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഓർഗാനിസത്തിലാണ് നമ്മൾ ഈ കോഡോമിനന്റ് കണ്ടീഷൻ കാണുന്നത്. ഓക്കെ, now we are going to study the formation of different blood group in humans. Okay, let me explain this with the help of this diagram. Okay, നമ്മൾ ഈ ടേബിളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചില ബേസിക് ഐഡിയാസ് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ആ ടേബിളും അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മദർ ആൻഡ് ഫാദർ, നമുക്കറിയാം പുതിയൊരു യങ് വൺ ഫോം ചെയ്യുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഗ്യാമേറ്റുകൾ കൂടി ചേർത്തിട്ടാണ് പുതിയ യങ് വൺ ഫോം ചെയ്യുന്നത്. അപ്പോൾ യങ് വണ്ണിൽ ഫോം ചെയ്യുന്ന ജീനോടൈപ്പ് എന്ന് പറയുന്നത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്നതാണ്. ഓക്കെ, അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ ക്യാരി ചെയ്യുന്നത് ഒരു അല്ലയിൽ മാത്രം. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, അച്ഛനിൽ നിന്നായാലും അമ്മയിൽ നിന്നായാലും അവർക്ക് ഒരു പെയർ അല്ലയിലുണ്ടെങ്കിൽ അതിൽ ഹാഫ്, അതായത് പകുതി മാത്രമായിരിക്കും ഗ്യാമേറ്റിൻ്റെ രൂപത്തിലേക്ക് താഴേക്ക് വരുന്നത്. ഗ്യാമേറ്റ് എപ്പോഴും ഹാപ്ലോയിഡ് കണ്ടീഷനിലായതുകൊണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും അല്ലീൽസിൻ്റെ ഓരോ കോപ്പി വീതം ഗ്യാമേറ്റിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IA അല്ലീലാണ് ഉള്ളത്. അമ്മയിൽ നിന്ന് വരുന്ന ഇവിടെ അമ്മയിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IA അല്ലീലും അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ സ്മോൾ I അല്ലീലുമാണെങ്കിൽ ഓസ്പ്രിങ്ങിൽ എന്തായിരിക്കും അല്ലീലിൻ്റെ ഫോർമേഷൻ? ഏത് ജീനോടൈപ്പ് ആയിരിക്കും ഉള്ളത്? I എന്ന് പറയുന്ന ജീനോടൈപ്പ് ആയിരിക്കും ഓസ്പ്രിങ്ങിനുള്ളത്. അതായത് ഈ ഓസ്പ്രിങ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആന്റിജൻ. ഇതിലേതാ ഡൊമിനന്റ് അല്ലീൽ? ഡൊമിനന്റ് അല്ലീൽ IA അല്ലേ? അപ്പോൾ ആ I പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിജൻ ഏതാ? A ആന്റിജനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് റിസസീവാണ്, ഒന്നും പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ A ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? A ബ്ലഡ് ഗ്രൂപ്പ്. സോ യങ് വണ്ണിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? സിമിലർലി ഇവിടെ അമ്മയിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IB അല്ലീലും അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ സ്മോൾ I അല്ലീലും ആണെങ്കിൽ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് യങ് വണ്ണിൻ്റെ IB I എന്ന ഫോമില കാണുന്നത്. അതായത് ഈ IB I എന്ന് പറയുന്ന ജീനോടൈപ്പുള്ള ഓർഗാനിസം, അതായത് ഈ ഓസ്പ്രിങ്ങിന് ഡൊമിനന്റ് അല്ലീൽ ഏതാ? IB ആണ് ഡൊമിനന്റ് അല്ലീൽ. അപ്പോൾ ഈ ഡൊമിനന്റ് അല്ലീൽ ഏത് ആന്റിജനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? B ആന്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ ഇൻഡിവിജ്വലിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അതായത് ഈ രണ്ട് പാരന്റിൽ നിന്നും ഉണ്ടാകുന്ന കുട്ടിയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്തായിരിക്കും? B ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അവിടെ മനസ്സിലാക്കിയതിൻ്റെ ബേസിൽ വേണം എപ്പോഴും ഈ ടേബിൾ അനലൈസ് ചെയ്യാനായിട്ട്. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഹിയർ പാരന്റ്, ഫസ്റ്റ് പാരന്റും സെക്കൻഡ് പാരന്റും ഇവിടെ നിങ്ങൾക്ക് ഏത് വേണം എടുക്കാം. അതായത് ഇവിടെ ഞാൻ ഫസ്റ്റ് പാരന്റിനെ മദർ എന്ന് കൺസിഡർ ചെയ്തു, സെക്കൻഡ് പാരന്റിനെ ഫാദർ എന്ന് കൺസിഡർ ചെയ്തു. കുറച്ചുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
നമുക്ക് വേണമെന്ന് വെച്ചാൽ ഇതിനെ തിരിച്ചു കൊടുക്കാം. ഫസ്റ്റ് പാരൻറ്റിൻ്റെ ഫാദറും ആക്കി സെക്കൻഡ് പാരൻറ്റിൻ്റെ മദറും ആക്കാം. എങ്ങനെ വേണം ആസ് യു വിഷ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ എഴുതാം. ഓക്കെ, അപ്പോൾ അച്ഛനിൽ അമ്മയിൽ നിന്ന് വരുന്ന ഗ്യാമീറ്റിൽ IA അല്ലെങ്കിലും അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമീറ്റിൽ I അല്ലെങ്കിലും ആണെങ്കിൽ ഓഫ്സ്പ്രിങ്ങിൽ വരുമ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് അതിൻ്റെ ഓഫ്സ്പ്രിങ്ങിൻ്റെ ജീനോടൈപ്പ് എന്താവും? IA I ആയിരിക്കും. IA I ആണെങ്കിൽ ഇതിന് ഡൊമിനൻ്റ് അല്ലെങ്കിൽ ഏതാ? IA ആണ്. A പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിജൻ ഏതാ? A ആൻറ്റിജൻ. A ആൻറ്റിജൻ ആണെങ്കിൽ ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും കുഞ്ഞിനുള്ളത്? A ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, സോ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? A. അപ്പോൾ ഈ രണ്ട് പാരൻറ്റും കമ്പൈൻ ചെയ്തിട്ട് ഈ രണ്ട് ക്രോസും വഴി അല്ലെങ്കിൽ ഈ രണ്ട് ജീനോടൈപ്പും കമ്പൈൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഞ്ഞിന് ഉണ്ടാകുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? A ആയിരിക്കും. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അമ്മയുടെ അച്ഛൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ പോസിബിൾ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഈ ടേബിൾ നിങ്ങളെ സഹായിക്കും. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ അമ്മയുടെ അച്ഛൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് അറിയാമെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാവും, പോസിബിലിറ്റീസ് ഏതാവാം എന്ന് നമുക്ക് അസ്യൂം അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നോട്ട് അസ്യൂം, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ അമ്മയുടെയും അച്ഛൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ ഉറപ്പായിട്ട് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലേതെങ്കിലും ഒന്നാവാം എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ വി ഹാവ് ടു ഫോളോ ഫർദർ പ്രൊസീജിയർ. ഷാൾ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ? ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അമ്മയിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IA അല്ലെങ്കിലും അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IA അല്ലെങ്കിലും ആണെങ്കിൽ യങ് വണ്ണിൻ്റെ ജിനോടൈപ്പ് എങ്ങനെയായിരിക്കും? IA I ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യങ് വണ്ണിൻ്റെ ജിനോടൈപ്പ് എങ്ങനെയായിരിക്കും? ഐ ടെൽ യു വൺസ് മോർ. അമ്മയിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IA അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IA അല്ലെങ്കിലാണെങ്കിൽ യങ് വണ്ണിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? IA ഇതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആൻറ്റിജൻ ഏതാ? സർഫസ് ആൻറ്റിജൻ ഏതാ? രണ്ട് ആൻറ്റിജനും A ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സർഫസ് ആൻറ്റിജൻ ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. A ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. A പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? A തന്നെയായിരിക്കും. ഇതിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IAയിൽ IBയും അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IAയിൽ സ്മോൾ I ആണെങ്കിൽ കുഞ്ഞിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? IB I ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഇവിടെ ഡൊമിനൻ്റ് ഏതാ? IB ആണ്. IB ആണെങ്കിൽ ആൻറ്റിജൻ ഏതായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സർഫസ് ആൻറ്റിജൻ B ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് B ആയിരിക്കും. ഇനി ഒരു പോസിബിലിറ്റി ഉണ്ട് B വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ മെൻഷൻ അമ്മയിൽ നിന്നും B അല്ലിയിൽ വരുന്നു, അച്ഛനിൽ നിന്നും B അല്ലിയിലാണ് വരുന്നതെങ്കിൽ, ഓക്കെ, രണ്ടുപേരിൽ നിന്നും B അല്ലിയിലാണ് വരുന്നതെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീനോടൈപ്പ് IB B ആയിരിക്കും. ഈ IB B ആയാലും ഏതായിരിക്കും സർഫസ് ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? രണ്ടും B സർഫസ് ആൻറ്റിജൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഗ്രൂപ്പ് പിന്നെയും B തന്നെ ആയിരിക്കും. ഓക്കെ, അമ്മയിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IA അല്ലിയിലും അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ IB അല്ലിയിലും ആണെങ്കിൽ കുഞ്ഞിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? IA IB ആയിരിക്കും. കുഞ്ഞിൻ്റെ ജീനോടൈപ്പ് ഏതാ? IA IB isn't it? ഡൊമിനൻ്റ് അല്ലീൽസ് ഏതൊക്കെയാണ്? ബോത്ത് ആർ ഡൊമിനൻ്റ് അല്ലീൽസ്. രണ്ടും ഡൊമിനൻ്റ് അല്ലീൽസ് അല്ലേ? അപ്പോൾ രണ്ടും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സർഫസ് ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യില്ലേ? A വിൽ പ്രൊഡ്യൂസ് സർഫസ് ആൻറ്റിജൻ IA allele produce surface antigen IA and IB allele produce surface antigen B. അപ്പോൾ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? AB ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അതായത് ഇവിടെയാണ് നമ്മൾ എന്ത് കണ്ടീഷൻ കാണുന്നത്? കോഡോമിനൻ്റ് കണ്ടീഷൻ കാണുന്നത്. അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വന്ന രണ്ട് അല്ലേലും ഒരേ സമയം എക്സ്പ്രസ് ചെയ്തത് കാരണം, അല്ലെങ്കിൽ ഒരേ സമയം ഡൊമിനൻ്റ് ആയത് കാരണം രണ്ട് ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്തു. ഈ രണ്ട് ആൻറ്റിജനും ഒരുപോലെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ എക്സ്പ്രസ് ആവും. അപ്പോൾ ആ അവസ്ഥയെ നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് കോഡോമിനൻ്റ് കണ്ടീഷൻ. അതായത് ഒരേ സമയം രണ്ട് അല്ലേലും എക്സ്പ്രസ് ആവുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് അല്ലേലും ഡൊമിനൻ്റ് ആവുന്നത് കൊണ്ട് രണ്ട് ക്യാരക്ടറും ഒരേ സമയം കാണിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ്, ഇനി അമ്മയിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ സ്മോൾ ഐ അല്ലിയിലാണെങ്കിലോ, അച്ഛനിൽ നിന്ന് വരുന്ന ഗ്യാമേറ്റിൽ സ്മോൾ ഐ അല്ലിയിലാണെങ്കിലോ കുഞ്ഞിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയായിരിക്കും? I എന്നായിരിക്കും. ഓക്കെ, സ്മോൾ ഐ ആയിരിക്കും. സ്മോൾ ഐ ആണെങ്കിലോ റിസസീവ് ആണ്, രണ്ട് റിസസീവ് ആണ്. ഏതെങ്കിലും റിസസീവ് കണ്ടീഷനിൽ ഏതെങ്കിലും ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുമോ? ഒരിക്കലും ഇല്ല. രണ്ട് റിസസീവ് ആണെങ്കിൽ ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പിൽ ആൻറ്റിജൻ ഉണ്ടാവില്ല. ആൻറ്റിജൻ എന്തായിരിക്കും? നില്ലായിരിക്കും. ആൻറ്റിജൻ എങ്ങനെയായിരിക്കും? നില്ലായിരിക്കും. സോ ഈ ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് നമ്മൾ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് ഗ്രൂപ്പ് ഏതായിരിക്കും? O ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും കുട്ടിക്ക്. കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? റൈറ്റ് ഇറ്റ് ചെയ്യാം. സോ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും? O ബ്ലഡ് ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. ആൻറ്റിജൻ ഇല്ലാത്തത് കൊണ്ടാണ് OA യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഒരു ആൻറ്റിജനും ഇല്ലല്ലോ, പിന്നെ കൊടുത്താൽ അഗ്ലൂട്ടിനേഷൻ നടക്കില്ല. ഇനി ഇവരെ സംബന്ധിച്ചിടത്തോളം, AB-കാരെ സംബന്ധിച്ചിടത്തോളം ആൻറ്റിബോഡി ഇല്ല, ആരിൽ നിന്ന് വേണോ വാങ്ങാം. ഓക്കെ, അപ്പോൾ AB എന്ന് പറയുന്നത് യൂണിവേഴ്സൽ റെസിപ്പിയൻറ്റും O എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഡോണറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുമാണ്. ഓക്കെ,
ഇനി നമുക്ക് മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് പാറ്റേണിൽ നിന്ന് വ്യതിയാനം കാണിക്കുന്ന മറ്റൊരു പ്രോസസ്സ് എടുക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഫിനോമിനൻ പഠിക്കാം. വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വാട്ട്? മൾട്ടിപ്പിൾ അല്ലീലിസം. ഓക്കെ, അല്ലീലിസം. വാട്ട് ഈസ് മീൻഡ് ബൈ മൾട്ടിപ്പിൾ അല്ലീലിസം? നമ്മൾ ആസ് പെർ മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്, ആസ് പെർ മെൻഡേലിയൻ ജെനറ്റിക്സ് അനുസരിച്ചിട്ട് a particular character is controlled by two alleles, isn't it? According to Mendel, a gene is controlled, a gene has two alternative forms. We can call the two alternative form as factors. Okay, a gene may have two factors. Similarly, ഇപ്പോൾ നമ്മൾ പറയുന്നത് a gene may have two alleles. Actually, ഈ factors are renamed as allele. ഈ ഫാക്ടേഴ്സിന് നമ്മൾ പുതിയ പേര് കൊടുത്തു, അല്ലീൽ എന്ന് പറഞ്ഞു. അപ്പോൾ ദിസ് ഈസ് ദ നോർമൽ കണ്ടീഷൻ. ഏതൊരു ജീൻ എടുത്താലും എന്തുണ്ടാവും? രണ്ട് അല്ലീൽ ഉണ്ടാവും. ദിസ് ഈസ് ദ നോർമൽ കണ്ടീഷൻ വിച്ച് ക്യാൻ സീൻ എമംഗ് ദ ഇൻഡിവിജ്വൽസ്. ആൾക്കാരുടെ ഇടയിൽ കാണുന്ന സാധാരണ കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു ജീനിൽ രണ്ട് അല്ലീലിക് ഫോം. ബട്ട് ഇൻ സം സിറ്റുവേഷൻ എ ജീൻ മേ ഹാവ് മോർ ദാൻ ടു ഓൾട്ടർനേറ്റീവ് ഫോംസ്. Such condition is known as multiple allelism. So what is meant by multiple allelism? It is a condition in which a gene may have more than two alternative forms. For example, the gene which control the blood group in man, I. Okay, I എന്ന് പറയുന്ന ജീനെ ഞാൻ നേരത്തെ പറഞ്ഞു. ഈ ജീൻ എന്താ കൺട്രോൾ ചെയ്യുന്നത്? ബ്ലഡ് ഗ്രൂപ്പ് കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ഓക്കെ, this gene have two alternative forms, IA, IB and a small I. These three are the three alternative forms of the gene I. അപ്പോൾ ഇവിടെ സാധാരണ മെൻ്റൽ പറഞ്ഞ എന്താ? രണ്ട് അല്ലീൽസ് അല്ലെങ്കിൽ രണ്ട് ഫാക്ടേഴ്സ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഇവിടെ എത്ര ഫാക്ടേഴ്സ് ഉള്ളൂ? 1, 2, 3 ഫാക്ടേഴ്സ്. സോ ഇവിടെ മെൻ്റൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമല്ലേ ഈ മൾട്ടിപ്പിൾ അല്ലീലിസം എന്ന് പറയുന്ന കണ്ടീഷൻ? ഇത് കാണിക്കുന്ന ഓർഗാനിസം മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ് ആണോ കാണിക്കുന്നത്? അല്ല. അപ്പോൾ മൾട്ടിപ്പിൾ അല്ലീലിസം ഇസ് എ കണ്ടീഷൻ വെയർ ഓർഗാനിസം ഷോസ് ഡീവിയേഷൻ ഫ്രം മെൻഡേലിയൻ പാറ്റേൺ ഓഫ് ഇൻഹെറിറ്റൻസ്. അണ്ടർസ്റ്റുഡ് ചിൽഡ്രൻ? സോ നൗ യു ആർ ഫെമിലിയർ വിത്ത് വാട്ട് ഈസ് മീൻഡ് ബൈ മൾട്ടിപ്പിൾ അല്ലീലിസം. എന്താ മൾട്ടിപ്പിൾ അല്ലീലിസം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? എന്താ മൾട്ടിപ്പിൾ അല്ലീലിസം? It is a condition in which a gene may have more than two alternative forms. For example, gene I which control the blood group in man has three different allele, IA, IB and I, small I. Among these three alleles, two are dominant allele. That means IA and IB are dominant and small I is the recessive allele. Understood children? Similarly, I'll tell you one more condition. Okay, pleiotropy. മെൻഡേലിയൻ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ മെൻഡേലിയൻ പാറ്റേണിൽ നിന്ന് വേരി ചെയ്യുന്ന മറ്റൊരു ഇൻഹെറിറ്റൻസ് പാറ്റേൺ ആണ് നമ്മൾ പ്ലിയോട്രോപ്പി കണ്ടീഷനിൽ കാണുന്നത്. പ്ലിയോട്രോപ്പി ഈസ് എ കണ്ടീഷൻ, അതൊരു അവസ്ഥയാണ്. സാധാരണ നമ്മൾ എന്താ കാണുന്നത്? എ ജീൻ ക്യാൻ കൺട്രോൾ എ പെർട്ടിക്കുലർ. നമ്മൾ മെൻ്റൽ എന്താ ആദ്യം പറഞ്ഞത്? എ ജീൻ ക്യാൻ കൺട്രോൾ എ പെർട്ടിക്കുലർ ഫീനോട്ടിപ്പിക് ട്രേറ്റ് എന്നല്ലേ പറയേ? ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഒരു പെർട്ടിക്കുലർ ജീനാണ് അല്ലേ? ഒരു ജീനിന് ഒരു പെർട്ടിക്കുലർ ഫീനോടൈപ്പിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? ജീൻ എന്ത് ചെയ്യും? കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇറ്റ് മേ ഫോർ എക്സാമ്പിൾ അതൊരു എൻസൈം ആണെന്ന് വിചാരിച്ചോളൂ. എൻസൈം പ്രൊഡ്യൂസ് ചെയ്യും. എൻസൈം എന്ത് ചെയ്യും? അതിൻ്റെ ഇഫക്റ്റ് ഉണ്ടാക്കും, ആ ഫീനോട്ടിപ്പിക് ഇഫക്റ്റ് ഉണ്ടാക്കും. അതായത് ഈ ഇഫക്റ്റിന് കാരണം എന്ന് പറയുന്നത് ഈ പെർട്ടിക്കുലർ ജീനായിരിക്കും. അണ്ടർസ്റ്റാൻഡ്? ദിസ് ഈസ് എ നോർമൽ കണ്ടീഷൻ വിച്ച് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ മെൻഡൽ എക്സ്പ്ലെയിൻ ചെയ്ത നോർമൽ കണ്ടീഷനാണ് ഇത്. ബട്ട് ഹിയർ ഇൻ ദ പ്ലിയോട്രോപ്പി കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടെ പ്ലിയോട്രോപ്പി എന്ന് വെച്ചാൽ എ സിംഗിൾ ജീൻ ക്യാൻ പ്രൊഡ്യൂസ് മോർ ദാൻ വൺ, ഫോർ എക്സാമ്പിൾ enzyme 1, more than one enzyme. A single gene can produce more than one enzyme and can produce more than one effect. Effect 1, effect 2, effect 3. If it is possible to show such a condition, we can say that organism is showing pleiotropy. I'll tell you pleiotropy once more. According to Mendel, a single gene can control a particular phenotypic trait by producing the corresponding ബയോമോളിക്യൂൾ ഓർ ബയോ ആക്റ്റീവ് മോളിക്യൂൾ. ഓക്കെ, അതായത് ഒരു ജീന് ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഉണ്ടാക്കിയിട്ട് ആ മോളിക്യൂൾ വഴി ഒരു പെർട്ടിക്കുലർ ഫിനോട്ടിപ്പിക് ഇഫക്റ്റ് ഒരു ഓർഗാനിസത്തിൽ ഉണ്ടാക്കും. ഒരു ജീനിന് ഒരു ബയോമോളിക്യൂൾ, ഒരു എൻസൈം ഉണ്ടാക്കിയ ശേഷം അല്ലെങ്കിൽ ഒരു പ്രോട്ടീൻ ഉണ്ടാക്കിയ ശേഷം ആ പ്രോട്ടീൻ വഴി ആ പ്രോട്ടീൻ ഉപയോഗിച്ച് ഒരു പെർട്ടിക്കുലർ ഇഫക്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതാ സാധാരണ നമ്മൾ എല്ലാ ഓർഗാനിസത്തിലും കാണുക. ഇൻ ദ കേസ് ഓഫ് പ്ലിയോട്രോപ്പിക് കണ്ടീഷനാണെങ്കിൽ ഒരു സിംഗിൾ ജീനിന് മോർ ദാൻ വൺ പ്രോഡക്റ്റ് ഉണ്ടാവും. പ്രോഡക്റ്റ് നമ്പർ 1
ഓക്കെ, അല്ലെങ്കിൽ ഞാനിവിടെ എൻസൈം തന്നെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എൻസൈം ആണ് അത് ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചോളൂ. എൻസൈം 1, എൻസൈം 2, എൻസൈം 3 ആർ ദ 3 ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് ഓഫ് എ പെർട്ടിക്കുലർ സിംഗിൾ ജീൻ. ഇവിടെ എൻസൈം 1 ഒരു പെർട്ടിക്കുലർ ഇഫക്റ്റ് ഉണ്ടാക്കും, ഇഫക്റ്റ് 1. സിമിലർലി എൻസൈം 2 ഉണ്ടാക്കുന്നത് ഇഫക്റ്റ് 2, രണ്ടാമത്തെ ഇഫക്റ്റ്. ലൈക്ക് വൈസ് എൻസൈം 3 ആണെങ്കിലോ ഇഫക്റ്റ് 3. ലൈക്ക് വൈസ് ഹിയർ എ സിംഗിൾ ജീൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ദ 3 ഡിഫറെൻറ്റ് ട്രേറ്റ്സ്. So, if a single gene is responsible for controlling more than 2 traits at a time or more than 1 trait at a time, we can call such condition as pleiotropy. Pleiotropy എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ എക്സെപ്ഷണൽ കേസ്. സാധാരണ മെൻഡൽ പറഞ്ഞതിനേക്കാളും വേരിയേഷൻ ഉണ്ട്. മെൻഡൽ പറഞ്ഞത് ഒരു ജീനിന് ഒരു ഇഫക്റ്റ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ പ്ലിയോട്രോപ്പി കണ്ടീഷനിൽ ചില ജീനുകൾക്ക് ഒന്നിലധികം ഇഫക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദ പ്ലിയോട്രോപ്പി കണ്ടീഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ടേബിൾ. ഹിയർ in PCs, the gene B is responsible for controlling 2 traits, size of the starch grains and shape of the seed. Okay, here size of the starch grains and shape of the seed are the 2 different traits which is under the control of a single gene B of P plant. അതായത് പി പ്ലാനിലുള്ളൊരു പെർട്ടിക്കുലർ ജീൻ ബി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ട്രേറ്റും കൺട്രോൾ ചെയ്യുന്നത്. ഏത് ട്രേറ്റ്? സൈസ് ഓഫ് ദ സ്റ്റാർച്ച് ഗ്രെയിൻസും അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ സീഡും. ഓക്കെ, ഈ 2 ട്രേറ്റും. അതായത് ഇവിടെ ഒരു സിംഗിൾ ജീൻ 2 ഫിനോട്ടിപ്പിക് ഇഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? Here a single gene is responsible for producing 2 phenotypic traits. If we can see this, if it is possible to see such a condition anywhere, we can call that condition as pleiotropic condition. ഇവിടെ നോക്കൂ, if the genotype of a plant is in the homozygous dominant condition, then the size of the starch grain will be large and the shape of the seed will be round one. Okay, similarly, if the genotype of that plant is in heterozygous condition, then if the genotype of the plant is in heterozygous condition, then the size of the starch grain will be in an intermediate size. Starch grain will be in the intermediate size and the shape will be in the round shape. Seed will be in the round shape. Next one is, if the plant is in the recessive homozygous condition, the size of the starch grain will be small and the shape of the seed will be wrinkled one. Here, actually a single gene, this gene is responsible for controlling 2 traits, large and size of the starch grain and shape. Here also this genotype can control the size of the starch grain as well as the shape of the seed. Here this homozygous recessive condition can control the small size of the can contribute the small size of the starch grain and the wrinkled shape of the seed. I'll tell you once more. Pleiotropy is a particular condition in which a single gene can produce more than 1 phenotypic effect. That means a single gene is responsible for producing more than 1 phenotypic effect. Here the gene B is responsible for producing 2 phenotypes. That means the size of the starch grains as well as the shape of the seed. That means if the genotype of a plant is in the homozygous dominant condition, then that genotype can contribute large sized starch grains and round shaped seeds. Okay, here if the genotype of an individual is in heterozygous condition, or if the genotype of the plant is in the heterozygous condition, that heterozygous plantlet can produce what? Intermediate sized starch grain as well as round shaped seed. Okay, here if the genotype of the plant is in the homozygous recessive condition, then that this plant can, this genotype can contribute the production of small size, can produce small sized, this homozygous recessive genotype can produce small sized starch grains and wrinkle shaped seeds. Okay, wrinkled shaped seeds. Did you understand children? Here ഒരു സിംഗിൾ ജീന് തന്നെ ഒന്നിലധികം ട്രേറ്റിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനെ പ്ലിയോട്രോപ്പിക് കണ്ടീഷൻ എന്ന് പറയാം. ഈ പ്ലിയോട്രോപ്പിക് കണ്ടീഷൻ എവിടെയുണ്ട്? പീ പ്ലാന്റിലെ സ്റ്റാർച്ച് ഗ്രെയിനിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീനിൽ ഈ പ്രത്യേകത പ്ലിയോട്രോപ്പിക് കണ്ടീഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. Hope you have understood the class well. If you have any doubt, please contact me. Stay safe. Bye.